ഓറഞ്ചട്ട നന്നായിരുന്നാലും ചിലതൊക്കെ റബിഷ് ആയിരിക്കും. വായിച്ചു തുടങ്ങുമ്പോ തന്നെ അറിയാം ചവറ്റുകുട്ടയിലേക്കുള്ളതാണോ അല്ലയോ എന്ന്. മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെ. കൂലിക്ക് ആളെ വിട്ട് തെറി വിളിപ്പിക്കുന്നവൻ കുടുംബക്കാരനായിരിക്കും. നോ, നെവർ. ദാറ്റ് ഇസ് റബിഷ്. പാരമ്പര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും അത്ര നിസ്സാര കാര്യങ്ങളല്ല. വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദം. ഉണ്ണി എന്തെങ്കിലും? ഏയ്, ഉണ്ണിയല്ല, ആരായാലും. ഞാൻ പൊതുവെ പറഞ്ഞെന്നേ ഉള്ളൂ. കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. അടുത്ത മാസം 14-ാം തീയതി വീടും പറമ്പ് ജപ്തിയാ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല വാര്യരെ. വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴിയാ? ഈ വാശിയും വൈരാഗ്യവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ട് എന്ന് കാര്യം പറയാം. ആരോടാ? മൂത്ത മോനോട്. അല്ലാതാടാ, അവര് ബുദ്ധിപൂർവ്വമല്ലയോ ശ്രീധരനൊന്നും പറഞ്ഞ് കാറ് തന്നത്. ആ വേലയൊക്കെ മനസ്സിൽ വെച്ചേക്കാം. എന്താടാ? ആ വെച്ചിട്ട് പോ. അവനെ ഡോക്ടറാക്കാൻ വേണ്ടി നമ്മൾ കുറെ മുടക്കതല്ലയോ? വഴിയിലിറങ്ങി തെണ്ടിയാലും ശരി, അവന്റെ ഒരു ചില്ലി കാശും എനിക്ക് വേണ്ട. പിന്നുള്ളത് ഉണ്ണികൃഷ്ണന്. അവനാണെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് മെഴുങ്ങസ്യാന്ന് പറഞ്ഞു കുത്തിയിരിക്കുക. അവൻ വിചാരിച്ച എന്തോ മല പറിക്കാനാ. ജോലിയും തൊഴിലും ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോ എന്തേലും നടക്കണമെങ്കിൽ അവന് വഴി. അത് തന്നെ അടുത്ത വഴി. CPക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ. മകൾക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യും? ഈശ്വരപിള്ള ചേട്ടൻ ധൈര്യമായി പോയി അങ്ങോട്ട് സംസാരിക്കാം. ജപ്തി പ്രശ്നം നമുക്ക് പുല്ലുപോലെ പരിഹരിക്കാം. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണനോടൊരു വാക്ക് ചോദിക്കണ്ട. അവനോട് ചോദിക്കാൻ പറയൊന്നും വേണ്ട. ആദ്യം കാര്യം നടത്തുക, പിന്നെ കല്യാണം. ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനൊന്നുമല്ല. ഉണ്ണിയെ പോലെ തന്നെ. സ്വയം പൊക്കി പറയൊന്നുമല്ല. കുറച്ച് സ്മാർട്ടായിരുന്നു ഞാനും. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ്, അതൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഈ നിലയിലെത്തിയതിൽ ഞാൻ അഹങ്കാരം പറയുകയല്ല. റിയലി ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എന്ന് വെച്ച് പഴയ എന്നെ ഞാൻ മറക്കില്ല. ഐ മീൻ, ചേട്ടനെയും ഉണ്ണിയെയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആരുടെ മുമ്പിലും ഇന്നേ വരെ കൈ നീട്ടിട്ടില്ല. കടപ്പാടം പോകുന്ന കാര്യമായോണ്ടാ. ഉണ്ണി അറിഞ്ഞ അവൻ ആത്മഹത്യ ചെയ്യും. എന്നേക്ക് അഭിമാനി അവനെ. അതുകൊണ്ട് ഇത് സ്ത്രീധനായിട്ട് കരുതണ്ട, കടമാണെന്ന് വിചാരിച്ചാൽ മതി. ഞാനിത് തിരിച്ചു തരും. ഇത് സ്ത്രീധനമല്ല, കടവല്ല. എന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ഞാൻ നൽകുന്ന ഒരു സഹായമാണ്. എന്നെ വെറുക്കുന്നെങ്കിൽ മാത്രമേ തിരിച്ചു തരാവൂ. ഞാനീ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഇതിന്റെ പേരിൽ ഒരിക്കലും എന്റെ മോൻ വേദനിക്കാനിടയാകരുത്. ഇന്ന് ഏതാണ്ട് ഒരു കോളത്തെ മട്ടുണ്ടല്ലോ. നീ ഐസ് ക്യൂബ്സ് ഇത് ഓർക്കാപ്പുറത്തൊരു ബിസിനസ് ലക്ക് എന്നല്ലാതെ എന്ത് പറയാനാ. 1 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ഉറപ്പിച്ചു, ചെക്കും കൊടുത്തു. ഫോർ യുവർ ഹെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. 10 ലക്ഷം ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു, എന്നാലും ലാഭ. റിയലി ഐ ആം പ്രൗഡ് ഓഫ് യു. യു ആർ വെരി വെരി ലക്കി. തുടങ്ങിയപ്പോ തന്നെ നല്ല പൂസായ മട്ടുണ്ടല്ലോ. യു ആർ റൈറ്റ്. ഞാൻ ഇന്ന് നല്ല ഫോമില. എന്നോട് 1 ലക്ഷം രൂപ ചോദിച്ചു. നിന്നെ ഓർത്ത് കണ്ണുമടച്ച് ഞാൻ കൊടുത്തു. നിനക്ക് വേണ്ടി എന്റെ ജീവൻ ചോദിച്ചാലും ഞാൻ കൊടുക്കും. അച്ഛാ, അച്ഛാ, 1 ലക്ഷം രൂപയെ ബാക്കി വല്ല ഉണ്ടെങ്കിൽ താ. വിഷം വാങ്ങിച്ചു തരട്ടെ. നാണവും മാനവും ലെവലേശമുള്ള ഒരുത്തനും ഈ നാറിയ പണി കാണിക്കത്തില്ല. മകന്റെ പേര് പറഞ്ഞ് വിലവേശി ശ്രീധനം വാങ്ങിക്കാൻ പോയിരിക്കുന്നു. പോക്കില്ലാത്തവൻ പോയി തെണ്ടണം, അതിനൊരു അന്തസ്സുണ്ട്. വീടും പറമ്പും നഷ്ടപ്പെട്ട അഭിമാനമുള്ളവൻ തെരുവിലോ കടത്തുന്നതിലോ പോയി കിടക്കണം. എന്നോട് ചോദിക്കാൻ CPയോട് പോയി കാശ് ചോദിക്കാൻ അച്ഛൻ എന്താ അവകാശമുള്ളത്? എന്തുറപ്പം മേലെ അച്ഛൻ കാശ് ചോദിച്ച്? എനിക്ക് അയാളുടെ മോളെ കെട്ടാൻ മനസ്സില്ല. എനിക്ക് വരെ അച്ഛൻ പോയി വേണ്ട പറഞ്ഞാൽ കൂടിപ്പോവും.
പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി കാശിന് ആവശ്യം വന്ന് അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ അച്ഛൻ വിൽക്കും. അച്ഛൻ മനസാക്ഷി ഇല്ലാത്തവരാ. അമ്മ ചത്തതിൽ അച്ഛന് നാണം കെട്ടൊരു പങ്കുണ്ട്, അറിയോ? സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ഈ പറയുന്നത്. അച്ഛൻ എന്റെ മുമ്പ് ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് തികട്ടി വേണ്ട, ഞാനിവിടെ നിന്നാ ശരിയാവില്ല. കൃഷ്ണ, ഞാൻ പോവുക. പിണങ്ങിയിട്ടോ പരിഭവിച്ചിട്ടോ അല്ല, ഇവിടെ നിൽക്കാൻ വയ്യ. മനഃശാന്തി കിട്ടാൻ എവിടെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയട്ടെ. ദയവിയെ തന്നെ അന്വേഷിക്കരുത്. എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. എൻ്റെ മോൾക്ക് നീ ചേട്ടൻ മാത്രമല്ല, അച്ഛൻ കൂടെ. എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കും. എവിടെ ആയാലും ജീവനോടെ ഉണ്ടല്ലോ എന്ന് സമാധാനിക്കും. എന്നെങ്കിലും മനസ്സ് മാറുമ്പോൾ കുഞ്ഞിനെ കാണാനെങ്കിലും തിരിച്ചു വരും. വരൂടാ. ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അച്ഛൻ എന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എല്ലാം കേട്ടു നിന്നു. എനിക്ക് അച്ഛനെ കാണണം, മാപ്പ് ചോദിക്കണം, അതുകൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഇനി പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് അതുകൊണ്ടൊട്ട് ഫലമുണ്ടാവില്ല. പോരെങ്കിൽ പരിഹസിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരവസരം കൊടുക്കാന്നല്ലാതെ. വേണ്ടടാ, നമുക്ക് അങ്ങോട്ട് സഹിക്കാം. സഹിച്ചല്ലേ പറ്റൂ. കരയണ്ട കരയണ്ട കരയണ്ട. അയ്യോ കരയണ്ടേ. കരയണ്ട കരയണ്ട. അച്ഛനല്ല ചേട്ടൻ. അച്ഛനല്ല ചേട്ടൻ. ചേട്ടൻ ചേട്ടൻ. അച്ഛനല്ല ചേട്ടൻ. ചേട്ടൻ. ചേട്ടച്ച 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 ചേട്ടച്ച. കുഞ്ഞിന്റെ കാര്യം തലേ വന്ന് പെട്ടതുപോലെ തന്നെയാ ഇക്കാര്യം. 7-8 കല്യാണങ്ങൾക്കുള്ള സദ്യ ഏറ്റിട്ടാ ഈശ്വരപിള്ള ചേട്ടൻ പൊടിയും തട്ടിയൊക്കെ പോയത്. അപ്പോ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പോഷം വെച്ചിട്ട് എല്ലാരും എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന്. അപ്പൊ ഉണ്ണി തന്നെ ചേട്ടത്തിൽ തന്നെ പറ എന്താ വേണ്ടത്. എന്താ വേണ്ടെന്ന് വെച്ചാ എരിശ്ശേരിയുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. അയാളെ ഏർപ്പെടുത്തിയാൽ ശരിയാവില്ല. മുഴുവൻ പുളിശ്ശേരി ആയി കളയും. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ചാരായ ഒഴിച്ച് കടി വറക്കുന്ന അയാള്. എന്റെ പൊന്നു വാര്യർ സാറേ, ഈ ചേട്ടച്ചനോട് ഒന്ന് പറ, ഈശ്വരപിള്ള ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള കല്യാണ സദ്യക്ക് നടത്തി കൊടുക്കാൻ. ഈ വർമ്മ സാറിന്റെ മോളുടെ കല്യാണം മറ്റന്നാളാണ്. എടോ, അത് തന്നെയാ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയായിട്ട് ഉണ്ണിക്ക് ഇങ്ങനെയല്ല അതേ നാല് വരും. ഇയാൾക്ക് അങ്ങോട്ടൊരു ധൈര്യം വരുന്നില്ല. വർമ്മ സാർ പേടിക്കണ്ട, ഈശ്വരപിള്ള ചേട്ടന്റെ സ്ഥാനത്ത് ഉണ്ണിയച്ഛൻ ഉണ്ടാവും. ചേട്ടച്ചൻ ഉണ്ടാവും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നെ കൂടെ പുകയ്ക്കരുത്. പുകഞ്ഞാലും നമ്മൾ നാറത്തില്ല. അതിലെനിക്ക് ധൈര്യമുണ്ട്. വർമ്മ സാറ് പോയിക്കോ. ഈശ്വരപിള്ള ചേട്ടൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ബേജാറാവണ്ട. ഈ ചേട്ടച്ചൻ ഈശ്വരപിള്ള ചേട്ടൻ തന്നെയാ. അതെ, അത് തന്നെയാ കൈപുണ്യം. മക്കളായാൽ ഇങ്ങനെ തന്തയ്ക്ക് പറക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ മോളെ?